ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. കടലിലോട്ടല്ലേ? പേടിയാകുന്നല്ലോ. മഹി, മഹി! മേഘ മഹിയെ ഉച്ചത്തിൽ വിളിച്ചു. പക്ഷേ മഹിയുടെ ബോധം മറഞ്ഞു. വിക്രാന്ത് ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ഇരു കൈകളും കൊണ്ട് മേഘയെ കെട്ടിപ്പിടിച്ചു. മേഘയുടെ അധരത്തിനടുത്തേക്ക് ആവേശത്തോടെ വന്നു. എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? മേഘ അലറി വിളിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് അതിഭയങ്കരമായ ഒരു സ്രാവ് അവിടേക്ക് വന്നത്. വിക്രാന്ത് ആ സ്രാവിനെ സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ആ സ്രാവ് ഒരു പെണ്ണായി മാറി. അവളെ കണ്ടതും മേഘയുടെ ശരീരത്തിലെ പിടി വിക്രാന്ത് അയച്ചു. ചേച്ചി, മേഘ സന്തോഷത്തിൽ പറഞ്ഞു. ലയ? വിക്രാന്തിനെ പെട്ടെന്ന് വെപ്രാളം കയറി. ഇല്ല, എന്നെ ഒന്നും ചെയ്യില്ലേ, മാപ്പ്, ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞ് വിക്രാന്ത് പേടിച്ച് അതിവേഗം അവിടെ നിന്നും നീന്തി. പിന്നാലെ കൂറ്റൻ നീരാളികളും അവിടെ നിന്നും മറഞ്ഞു. മഹി! മേഘ മഹിയുടെ ഓക്സിജനും മാസ്കും മുതുകിൽ ഫിറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് മാസ്ക് മുഖത്തും വെച്ച് മഹിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മേഘ, നീ മനുഷ്യനെയാണോ സ്നേഹിക്കുന്നത്? ചേച്ചി, ഞങ്ങളുടെ പ്രണയം സത്യമുള്ളതാണ്. കാലാകാലം നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും. ഇതുപോലെ ഒരു മനുഷ്യനാണ് എന്റെ ജീവൻ ഇല്ലാതാക്കിയതെന്ന് നീ മറന്നുവോ? ഇല്ല ചേച്ചി, ഒരിക്കലും മറക്കില്ല. പക്ഷെ അത്രമേൽ സ്നേഹിച്ചു പോയി ഞങ്ങൾ തമ്മിൽ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ലയ അവിടെ നിന്നും മറഞ്ഞു. മേഘ പെട്ടെന്ന് തന്നെ മഹിയെ കടലിന് മുകളിലേക്ക് ഉയർത്തി വള്ളത്തിൽ കയറ്റി. മഹിയുടെ അധരങ്ങളിൽ തന്റെ അധരം ചേർത്ത് ശ്വാസം ഉള്ളിലേക്ക് കൊടുത്തു. പതിയെ പതിയെ മഹി കണ്ണു തുറന്നു. അയ്യോ, ഞാനിതെവിടാ? പേടിക്കണ്ട മഹി, വള്ളത്തിലാണ്. ആ കൂറ്റൻ നീരാളികളും പാമ്പും അത് പോയോ? പോയി. ഓ, സമാധാനമായി, രക്ഷപ്പെട്ടു. കടലിന്റെ ആഴം അളക്കണ്ട കേട്ടോ. ഇല്ല. മേഘ, എന്നെ വിട്ടു പോവോ? ഒരിക്കലും ഇല്ല. മേഘ മഹിയെ കരയിലെത്തിച്ചു. നേരം ഒരുപാട് വൈകി, മഹി വീട്ടിൽ പോയിക്കോ. മഹി മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഐ ലവ് യു മേഘ. വരവ് വെച്ചിരിക്കുന്നു. അതും പറഞ്ഞ് മേഘ കടലിലേക്ക് ചാടി. അയ്യോ, സമയം പോയി. മഹി ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു. ഉണ്ണി, ഉണ്ണി! ഓ, വന്നോ? കടലിൽ പോയിട്ട് എങ്ങനെയുണ്ട്? രസിച്ചാ? ഉണ്ണി ദേഷ്യവും സങ്കടവും കൊണ്ട് ചോദിച്ചു. സോറി, അത് പിന്നെ നടന്ന കാര്യം ഇവനോട് പറയാൻ പറ്റില്ല. ഇന്നത്തെ ചോദ്യം: കടലിലെ ഏത് ജീവിയെ കണ്ടാണ് മഹി ഭയന്നത്? എ. കടലാമ, ബി. സ്രാവ്, സി. വെമ്പാല, ഡി. തിമിംഗലം. നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ. അത് പിന്നെ കടൽ കാഴ്ച കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ദാ മാസ്കും ഓക്സിജനും. അതും കൊടുത്ത് മഹി തിരികെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ അച്ഛൻ കടലിൽ പോകാതെ ഇരിക്കുന്നത് മഹി കണ്ടു. എന്തു പറ്റി അച്ഛാ? ആകെ വിഷമത്തിലാണല്ലോ ഇരിക്കുന്നത്. ഒന്നുമില്ല. അച്ഛന് പ്രായമായി വരുമല്ലേ. ഇനി എന്റെ മോൻ കടലിൽ പോണം. വാ, ഞാൻ മൂപ്പനോട് പറയാം. എവിടേക്ക് പോണ കാര്യമാ അപ്പം പറയുന്നത്? കടലിലേക്ക് മീൻ പിടിക്കാൻ. ഒന്ന് പോപ്പാ, അപ്പന് വേറെ പണിയൊന്നുമില്ലേ? കടലിലേക്ക്, അത് മീൻ ഞാൻ. എന്താ പോയാല്? ഞാൻ പോകില്ല. നീ പോകും. മൂപ്പനോട് പറഞ്ഞിട്ട് ചിഹ്നം വള്ളം ഇറക്കുമ്പോ നീയും കയറണം. അമ്മ, അമ്മ! എന്താടാ, അപ്പം പറഞ്ഞത് നേരല്ലേ? പ്രായമായി വരുവാ. ഇനി നീ വേണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ. അതിന് കടലിൽ പോണോ? മറ്റെന്തെല്ലാം മാർഗമുണ്ട്? പോരാ, എനിക്ക് ശേഷം ഈ കടപ്പുറത്ത് പോകേണ്ടത് നീയാണ്. വാ, നമുക്ക് പോകാം. അപ്പ, അത് കടലാണ്. അപ്പ, താഴേക്ക് വീണ പിന്നെ എന്നെ കാണാൻ പറ്റില്ല. അത് മറക്കണ്ട. കടലമ്മ അങ്ങനെയൊന്നും ചതിക്കില്ല. പിന്നെ എനിക്കല്ലേ അറിയൂ, മഹി മനസ്സിൽ പറഞ്ഞു. അച്ഛൻ മൂപ്പന്റെ അടുത്ത് മഹിയെ കൊണ്ടുപോയി കാര്യങ്ങൾ ധരിപ്പിച്ചു. മൂപ്പ, ഇനി എന്റെ മകനാണ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത്. മൂപ്പൻ ഇവനെ അനുഗ്രഹിക്കണം. അതിനെന്താ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കടലമ്മേ, നീയേ തുണ. ബാബു ചിന്നൻ വെള്ളമിറക്കിയപ്പോൾ മഹിയെ വള്ളത്തിൽ കയറ്റി. അപ്പ, വേണ്ട അപ്പ,
കടലിലേക്ക് എന്നെ പറഞ്ഞയക്കല്ലേ. പൊന്നപ്പാ വലിയടാ, എന്തോ കോള് വന്നിട്ടുണ്ട്. അയ്യോ ചിന്ന പതുക്കെ തുഴയും. ആ നമുക്ക് കാത്തിരിക്കാം. ഇത് മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം. ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ? കാണൂ മത്സ്യകന്യക 2 എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നിങ്ങളുടെ സ്വന്തം മൂൺലൈറ്റ് HD-യിൽ HD ദൃശ്യ മികവോടെ.